ഞങ്ങൾ പ്രതിഷേധമുയർത്തി അന്ന് മുതൽ തുടങ്ങിയ സമരമാണ്. സ്വാഭാവികമായും ആ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ അവിടെ ആദ്യം പോയപ്പോൾ ഈ ടോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുഴി റോഡിൽ എടുക്കുന്ന ഒരു സമയമായിരുന്നു. അവിടെ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റി എന്ന നിലയിൽ ആ ഘട്ടത്തിൽ ഞങ്ങൾ രൂപീകരിച്ചിരുന്നില്ല. അവിടെ പോയപ്പോൾ കാസർഗോഡിന്റെ MLA എന്നെ നെല്ലിക്കുന്നു, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA നേതൃത്വത്തിൽ പുതുമയത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷം അടിയന്തരമായും കുമ്പള പഞ്ചായത്ത് ഓഫീസിൽ 2025 ഏപ്രിൽ മാസം യോഗം ചേരുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പാണ്. ആ യോഗം ചേർന്നുകൊണ്ട് അവിടെ ഒരു സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയാണ്. ആക്ഷൻ കമ്മിറ്റി രൂപം കൊടുത്തപ്പോൾ മഞ്ചേശ്വരത്തിന്റെ MLA പ്രിയങ്കരമായിട്ടുള്ള മറ്റ് വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നു. ആ ആക്ഷൻ കമ്മിറ്റി രൂപം കൊടുക്കുന്ന യോഗത്തിൽ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളെയും വിളിച്ചിരുന്നു. ആ പരിപാടിയിൽ ആ യോഗത്തിൽ BJPയുടെ അവരെ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും ഞങ്ങൾ സ്വീകരിച്ചു. ഈ സമരം വളരെ സമാധാനപരമായി ഈ ജനങ്ങളുടെ ആകെ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് ആക്ഷൻ കമ്മിറ്റി. ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതല്ല. അദ്ദേഹം ഒരു നാട്ടുരാജാവ്, ഒരു ജനാധിപത്യ ഒരു ജനപ്രതിനിധി അവിടെ പങ്കെടുക്കുമ്പോ ആ ജനപ്രതിനിധിയെ അപമാനിക്കുന്ന തരത്തിലേക്ക് ആ കലക്ടർ അവിടെ ഇടപെടുകയാണ്. അദ്ദേഹം വളരെ സുവിധനായി, വളരെ മോശമായി ഈ കാര്യം ഒരു ജനകീയ പ്രശ്നമെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഇടപെട്ടത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലാതെ അതിനെതിരായി ശക്തമായി ഈ ഇരിക്കുന്നത് കേരളത്തിന്റെ അസംബ്ലിയിൽ ദീർഘകാലം MLA-മാരായ ആളുകളുണ്ട്, നിലവിലുള്ള MLA-മാരുണ്ട്, വിവിധ പഞ്ചായത്തിന്റെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ, മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ ടോളിന്റെ കാര്യത്തിൽ എടുത്തൊരു തീരുമാനം BJP കള്ളനും പോലീസും അടിക്കുമ്പോ കോട്ടയുടെ നിറം നോക്കാതെ ഈ ജില്ല നീങ്ങുന്നതിന്റെ 2ാം ഘട്ട സമരമാണ് ജില്ലയുടെ ആസ്ഥാനത്ത് കാണുന്നത്. നാളെ ഞങ്ങളുടെ അസംബ്ലി ആരംഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കാസർഗോഡ് നിലനിൽക്കുന്ന പുതുമയ ഞാൻ ഈ വിഷയത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബഹുമാനായ CM-നെ ഞങ്ങൾ കാണും. തിരുവനന്തപുരത്ത് കളക്ടറേറ്റിൽ 5 MLA-മാർ മീറ്റിംഗ് വിളിച്ചപ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ടില്ല, കോടതി വിധി വരെയെങ്കിലും ഒന്ന് കാത്തു നിൽക്കൂ എന്ന് പറയുമ്പോ NHA പെരുമാറിയത് ധിക്കാരപരമായിട്ടായിരുന്നു. ഒരു കാര്യം ഓർക്കണം, പോലീസുകാർ ഓർക്കണം, അവിടെ ടോള് അടിച്ചു പൊളിക്കാൻ ഞങ്ങൾക്ക് 1 മിനിറ്റ് പോലും ആവശ്യമില്ല. ഞങ്ങളുടെ സമരസമിതിയുടെ ആദ്യത്തെ ഏറ്റവും വലിയ ഉദ്ദേശം ഈ ജില്ലയുടെ ക്രമസമാധാനം തകർത്തുകൊണ്ട് ഒരു സമരത്തിലേക്ക് ഞങ്ങൾ പോകില്ല. വളരെ നിയന്ത്രിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, കാസർഗോഡ് ജനതയ്ക്ക് BJPയുടെ ദ്രോഹിക്കാനുള്ള ഒരു ഗിഫ്റ്റാണോ ആരിക്കാടികളെ ടോളെന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ ജില്ലയിൽ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനില്ല. എയിംസ് വരുമ്പോ കള്ളന പോലീസാണ് നിങ്ങൾ കളിച്ചത്. അണ്ടർപാസിന്റെ ഇഷ്യൂ വരുമ്പോ, ഫുട്ഓവർബ്രിഡ്ജ് വരുമ്പോ BJP-ക്കാർക്ക് പറയാൻ കഴിയുമോ ഈ ജില്ലയിൽ എവിടെയെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ഇടപെട്ട ഒരു ചരിത്രം നിങ്ങൾക്കില്ല? ജില്ല പുറത്തേക്ക് ശേഷം നിങ്ങളുടെ ഭൂതകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ഏകപക്ഷീയമായി കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പേരിൽ നിങ്ങൾക്ക് അടയാളങ്ങളുണ്ട് എന്നല്ലാതെ ഈ ജില്ലയുടെ ഒറ്റക്കെട്ടായ ഒരു സമരമുഖത്തും BJP-ക്കാരനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരു കാര്യം സൂചിപ്പിക്കുന്നു, ആരിക്കാട് ടോളിന്റെ കാര്യത്തിൽ നിങ്ങളെ ജനങ്ങൾ തെരുവിൽ നേരിടുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഈ സമരം എന്തായാലും വിജയിപ്പിക്കും. ഈ ടോൾ ടാക്സിനെതിരെ ഇതുവരെ നടത്തിയ സമരത്തെക്കുറിച്ചും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് വളരെ സവിസ്തരമായി പ്രതിപാദിക്കുകയാണ്. ഇപ്പോൾ NHA അധികാരികളുടെ ഭയമല്ല, നമ്മൾ ഈ സമരം അവസാനിപ്പിച്ചത് കാസർഗോട്ടെ നല്ല കുറെ പോലീസുകാരാണ്. അവരുടെ അവസ്ഥ, അവരുടെ പ്രശ്നം, അവരുടെ പ്രയാസം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ സമരം അവസാനിപ്പിച്ചത്. കുറേ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട്
അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നാളെ അസംബ്ലി തുടങ്ങുകയാണ്. അദ്ദേഹം അസംബ്ലിയിൽ ഒരു കൊടുങ്കാറ്റായി മാറുമെന്നാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അഷ്റഫ് നാളെ കൊടുങ്കാറ്റായി മാറണ്ട. ആ കൊടുങ്കാറ്റിൻ്റെ റോഡ് ഞാൻ എടുക്കാം. അഷ്റഫ് ഈ സഭയിൽ ഒരു ഭൂകമ്പമായി മാറണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഷ്റഫിനോട് പറയുന്നത്. എന്ത് ഭൂകമ്പം വന്നാലും എന്ത് കൊടുങ്കാറ്റ് വന്നാലും തീർച്ചയായും ഈ സമരം ലക്ഷ്യം കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ബഹുജന ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തീർത്തും ജനവിരുദ്ധവും അന്യായവുമായ ടോൾ പിരിവിനെതിരെ മഞ്ചേശ്വരം MLA അഷ്റഫ് നടത്തുന്ന സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയുക. ഒരു വലിയ ജനകീയ പ്രശ്നം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ മഞ്ചേശ്വരം MLA മുന്നോട്ട് വന്നത് വളരെ മാതൃകാപരമായൊരു കാര്യമാണ്. ഇന്നിവിടെ അധ്യക്ഷ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ശരിയായൊരു കാര്യമാണ്. സാധാരണ ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാർ, ഇവിടെ എനിക്ക് തോന്നുന്നത് BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും നേതാക്കൾ, ജനപ്രതിനിധികൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് സാധാരണ അനുശോചന യോഗത്തിൽ മാത്രമാണ്. എന്നാൽ ഇവിടെ ഒരു ജനകീയ പ്രശ്നത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് അണിനിരത്തുന്നതിന് മുൻകൈ എടുക്കാൻ MLA നൽകുന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. നിശ്ചയമായും ആ സമരം തുടരണം. NHനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നാഷണൽ ഹൈവേ നമ്മുടെ എല്ലാവരെയും ആവശ്യമാണ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തിന് വലിയൊരു ചുവടുവെപ്പായിരിക്കും. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നേരെ കയറാൻ കഴിയുന്നില്ല, 2 കിലോമീറ്റർ പോകണം. ചില പ്രദേശങ്ങൾ 2 കിലോമീറ്റർ ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകളെല്ലാം എന്താ പറയുന്നത്, ഒരു വലിയ വികസന പദ്ധതി വരുമ്പോൾ ഇതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ടോളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാജ്യത്താകേണ്ടതാണ്. ടോള് കൊണ്ടുവരും, അതിന് ചില പരിമിതികളുണ്ടല്ലേ, 15 കിലോമീറ്റർ ഈ 2 പാടുള്ളൂ. അപ്പം എന്നൊക്കെ കാര്യം പറയുന്നത് അറിയോ, അതങ്ങനെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ചില നവന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ടോൾ ബൂത്ത് അവിടെ നിന്ന് ആരംഭിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊരു വകുപ്പ് ഞങ്ങളെ കിട്ടാറുണ്ടെന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട, അങ്ങനെ ഒരു തെറ്റായ വകുപ്പുണ്ടെങ്കിൽ ആ വകുപ്പ് അംഗീകരിക്കാൻ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ തയ്യാറല്ല എന്ന് നമുക്ക് പറയാനാവണം. എന്താ കൊണ്ടിരിക്കാൻ പറ്റണം, അത് അംഗീകരിക്കാനാവില്ല. മറ്റൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ഇതിൻ്റെ യഥാർത്ഥ ആൾ NH ആണ് കേട്ടോ. NH ആണ്, ദേശീയപാത അതോറിറ്റിയാണ്. അപ്പം നിയമസഭയിൽ ഭൂകമ്പവും കൊടുങ്കാറ്റും ഉണ്ടാകുന്നത് മാത്രം കാര്യമില്ല. ഭൂകമ്പവും കൊടുങ്കാറ്റും ഇല്ലാതെ വെച്ച് പാർലമെന്റിൽ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ശ്രമിക്കണം. പാർലമെന്റ് അംഗങ്ങളോട് നമ്മൾ പറയണം, എങ്ങനെയായിട്ട് മുന്നെടുക്കാൻ പറയാനുള്ളത്. ഉടനെ നിയമസഭ നാളെ ആരംഭിക്കണം അല്ലേ, നാളെ ആരംഭിക്കുകയാണ്. നാളെ നിയമസഭയിൽ ഉണ്ടാകുന്ന പ്രശ്നം പറഞ്ഞല്ലോ, ഉന്നയിക്കും. നേരത്തെ സബ്ഡിവിഷനും സെക്രട്ടറികളും ഉന്നയിച്ചു എന്നാണ് പറഞ്ഞത്. അതിനൊന്നും മറുപടി പറഞ്ഞു പറഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ദേശീയ പാതയുമായി ബന്ധപ്പെട്ട ഏത് മത്സരത്തിലും കയ്യൊപ്പ് പതിക്കേണ്ടത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. ഈ സമരത്തിൽ BJP കൂടി ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർ ഈ ജനകീയ സമരത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളോടൊപ്പമല്ല BJP എന്നാണ് അവരുടെ പിന്നോക്കം പോക്കിന്റെ കാരണം. ഇന്നത്തെ ഈ സമരത്തിൽ BJP കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ സന്ദേശം എത്തുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇലക്ഷൻ സമിതിയോടും ബഹുമാനപ്പെട്ട MLA-യോടും പറയാനുള്ളത്, അടിയന്തരമായി ഡൽഹിയിലേക്ക് പോകണം. നമ്മുടെ MP, കാസർഗോഡിന്റെ ബഹുമാനായ MP ജാതി ഭവൻ ഉണ്ണിത്താൻ, അദ്ദേഹം ഉണ്ടാവണം. കിട്ടാവുന്ന ഇത് പറഞ്ഞാൽ എല്ലാ MPമാരും വരും കേട്ടോ, അവരെല്ലാം വരും. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് എടുക്കും. ബഹുമാനപ്പെട്ട അഷ്റഫിനോട് എന്നെയോട് ഞാൻ പറയുകയാണ്, ഈ ആഴ്ച തന്നെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉപരിതല ഗതാഗത വകുപ്പ് അപ്പോയിന്റ് എടുത്ത് അവിടെ
കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുപോലെ ഈ കാര്യം പെടുത്തിയാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഇതുകൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി നമുക്ക് നിശ്ചയമായിട്ടും CPIMന്റെ ഇടതുപക്ഷത്തിന്റെ MP-മാരോട് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ കഴിയാവുന്ന എല്ലാ സഹായവും CPIMന്റെ ഭാഗത്തും LDFന്റെ ഭാഗത്തും ഉണ്ടാവുമെന്ന് പറയാൻ ആഗ്രഹിക്കാം. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ടതാണ്. അതുകൂടി ചെയ്യണം. അതുകൂടി ചെയ്ത് പരിഹാരം കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് പോകാനാവണം. അത്തരം സമരത്തിന് കമ്മിറ്റി ചെയർമാൻ നിലയിൽ ബഹുമാന്യായ മഞ്ചേരി ചെയർമാനെ നേതൃത്വം കൊടുക്കുമ്പോൾ അതിനോട് സമ്പൂർണമായ ഐക്യദാർഢ്യം ജില്ലയിലെ LDF പ്രസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന ഉറപ്പു നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും LDFന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കാരണം കുമ്പള ഭാഗത്ത് താമസിക്കുന്നവർക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള വാഗ്ദാനങ്ങൾ അവർ നൽകിയെങ്കിലും അതിൻ്റെ ചുറ്റുവട്ടത്തല്ലാത്ത കാസർഗോഡ് ടൗണിലെയും അതുപോലെ തന്നെ തൃക്കരിപ്പൂർ മുതൽ കേരളത്തിൻ്റെ അങ്ങേയറ്റമായ കന്യാകുമാരി മുതൽ കർണാടകയിലെ ഏത് നാഷണൽ ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുന്ന എല്ലാവരും 20 കിലോമീറ്ററിന് 2 തവണ ടോൾ നൽകേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്ന അപൂർവമായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഈ താൽക്കാലിക ടോൾ എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും മംഗലാപുരത്ത് DC റോഡിൽ ഒരു താൽക്കാലിക ടോള് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുവരെയും അത് നിർത്തലാക്കാൻ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഭാവമെങ്കിൽ പൂർവാധികം ശക്തിയോടെ വരും ദിവസങ്ങളിൽ തിരിച്ചു വരും. ഈ സമരത്തിന് വ്യാപാരി വ്യവസായ യോഗ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്ന ഈ ആക്ഷൻ കമ്മിറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ഏത് സമരത്തിന് വേണമെങ്കിലും വ്യാപാരിയുടെ പരിപാലനം ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുണ്ട്. ഈ ആരാധനാലയങ്ങളിലേക്കും ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥ ഈ ഹൈവേ വർഷത്തിലുണ്ടായി. നമുക്ക് ന്യായമായി തരാം എന്ന് പറഞ്ഞ അണ്ടർപാസ് നമുക്ക് തന്നില്ല. FOB എന്ന് പറയുന്ന ഫുഡ് ഓവർ ബ്രിഡ്ജും നമുക്ക് തന്നില്ല. അപ്പോൾ ആ പ്രദേശം രണ്ടായി വിഘടിച്ചു പോയിട്ടുണ്ട്. അവിടെ ഒരു റേഷൻ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ റേഷൻ ഷോപ്പ് കൂട്ടി വേറൊരു ജംഗ്ഷനിലേക്ക് പോയി. അവിടെ ഫിഷറീസിൻ്റെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ അവിടെ പോലെ തന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികളുടെ കാര്യവും ദുരന്തമാണ്. അതുപോലെ തന്നെ അവിടെ CHC നിൽക്കുന്നുണ്ട്. ആ CHCയിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾക്ക് കിലോമീറ്ററുകളോളം താണ്ടി വേണം അവിടെ എത്താൻ. അപ്പോൾ ഇത്രയും ഒരു നെഗറ്റീവായ ഒരു സാഹചര്യത്തിലും അവിടെ ജനങ്ങൾ പോർമുഖത്തേക്ക് വന്നിരുന്നില്ല എന്ന സത്യമാണ്. അതിനുപരിയാണ് ആലിപ്പാടി കടവത്ത് ഏറ്റവും വിശിഷ്ടമായ ദർഗ നിലനിൽക്കുന്നു. ആ ദർഗയിലേക്ക് പോകുന്നവർക്ക് ഓൾറെഡി അവിടെ ഒരു റെയിൽവേ ലെവൽ ക്രോസിംഗ് ഉണ്ടായിരുന്നു. അതും കൂട്ടിയടച്ച് റെയിൽവേയുടെ ആളുകൾ തന്നെയാണ് അവരുടെ ജനങ്ങൾക്ക് സഞ്ചാരമാർഗം ഉണ്ടാക്കി കൊടുത്തത്. അണ്ടർഗ്രൗണ്ടിലൂടെ അതും പൊളിച്ചിട്ടാണ് ഈ ഹൈവേ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു പിന്നെ നാട് ഒറ്റപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഒരു കുരു കൊണ്ടുവച്ചിരിക്കുന്നത്. ന്യൂനമേൽ കുരു എന്ന് പറയുന്ന പോലെ നാട്ടുകാർക്ക് ഏറ്റവും പ്രതിഷേധമുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. സാധാരണയായി കഴിഞ്ഞ ഒരു സമരമുഖത്ത് പോർമുഖത്ത് കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൻ്റെ ഭാഗമായാണ് ജില്ലാ ഭരണാധികാരിയുടെ മുമ്പിൽ താഴെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമുക്ക് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സമരം ഇനി ഒരിക്കലും അവസാനിക്കാതെ നമ്മുടെ കുമ്പളയിലുള്ള ടോൾ പ്ലാസ ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് വരെ ഈ സമരം തുടരുക തന്നെ ചെയ്യുന്നത് വ്യത്യസ്ത രൂപങ്ങളിലും വ്യത്യസ്ത ഭാവങ്ങളിലുമായി നമ്മുടെ പ്രിയങ്കരനായ MLA-യുടെ നേതൃത്വത്തിൽ തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഈ സമരം ഈ ജില്ലാ ഭരണാധികാരിയോടക്കമുള്ള അഖിലേന്ത്യാ മന്ത്രിമാരോടക്കമുള്ള നിതിൻ ഗഡ്കരി അടക്കമുള്ള മന്ത്രികളോട് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സമരമായി ഇത് ഇവിടെ അവസാനിക്കും. താൽക്കാലികമായി അവസാനിക്കുകയാണ്. മറിച്ച് ഇത് വീണ്ടും പല രൂപത്തിലും നമ്മുടെ MLA-യുടെ നേതൃത്വത്തിൽ
തുടരുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ നമുക്ക് ഈ സമര ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ പറയുവാനുള്ളത്. ഈ സമരത്തിന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത് ആ സമരം കണ്ടോ കാണാതെ മാറിയാണ് ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇവിടെ ബഹുമാനപ്പെട്ട എം.എൽ.എ ജനപ്രതിനിധികൾ നിയമവിരുദ്ധമായിരിക്കാം. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള എല്ലാ ആൾക്കാരും പറയാനുള്ള ഒരു കാര്യം, ഇനി ടോൾ പിരിവായി പോകുന്നുണ്ടായിരുന്നു. മൂന്നാം ഘട്ടം സമരം ഇപ്പം നാളെ എം.എൽ.എയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗയുണ്ട്. ബഹുമാനപ്പെട്ട എം.എൽ.എ കാസർഗോഡ് ജില്ലയിലെ 5 എം.എൽ.എമാരായ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി ആണ് യോഗം വിളിച്ചതെന്നാണ് മനസ്സിലാക്കിയത്. ആ യോഗത്തിൽ നാളത്തെ യോഗത്തിൽ ഇത് പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ ജനങ്ങൾ മൊത്തമായി വന്ന് ആളുകളെ ടോൾ ഗേറ്റ് പൊളിച്ച് മാറ്റി തന്നെ പോകേണ്ടതാണുള്ളത്. ഇനി ടോൾ ഗേറ്റിന് ആവശ്യമില്ല. എന്തറിയോ, മനുഷ്യന്മാർ കൊള്ളയടിക്കലാണ്. അത് ആ കൊള്ളയടിക്കൽ അവസാനിപ്പിച്ചേ പറ്റും. കാരണം എന്താ പറഞ്ഞാൽ 33 കിലോമീറ്റർ റോഡ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. 60 കിലോമീറ്ററിലെ ബാക്കിയിലെ 21 കിലോമീറ്റർ റോഡിന്റെ പണി പൂർത്തിയായില്ല. അതിന്റെ അടക്കം പൈസ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏത് ആവശ്യമില്ല, ഈ ചെറുക്കട കഴിഞ്ഞാൽ നമ്മൾ പൈസ നമുക്ക് തിരിച്ചു തരണം. നമ്മളെ വണ്ടിക്ക് അതിന് ആ റോഡിൽ പോകാൻ കഴിയില്ല. ആ പണം നമുക്ക് തിരിച്ചു തന്നാലേ നമ്മൾ ടോൾ എടുക്കേണ്ടത്. അതുകൊണ്ട് നാഷണൽ ഉദ്യോഗസ്ഥന്മാരിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഉത്തരേന്ത്യ അല്ല, ബീഹാർ അല്ല, മധ്യപ്രദേശ് അല്ല, രാജസ്ഥാൻ അല്ല, മഹാരാഷ്ട്ര അല്ല, കർണാടക അല്ല, ഇത് കേരളമാണ്. അവസാനമായി പറയുന്നത് ഒന്നേ ഉള്ളൂ, ആ ടോൾ ഇനിയെങ്കിലും തിരിച്ചു പോകുന്നതായി മൂന്നാം ഘട്ട സമരത്തിന്റെ അവസാനിക്കുന്നതിൽ ആ ടോൾ ഗേറ്റ് ആരിക്കാടിൽ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ. ശ്രീ A.K. അഷ്റഫ് എം.എൽ.എ കുറിച്ച് ഞാൻ മനാഫ് അർജുൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഞാൻ ഇടപെട്ട് ആ വിഷയത്തിൽ ഒരു ചർച്ചയിൽ കാലിക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ് ശ്രീ A.K. അഷ്റഫ് സാഹിബിനെ. ആ കുടുംബം, അർജുന്റെ കുടുംബം പറഞ്ഞത്, ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് A.K. അഷ്റഫ് എം.എൽ.എ ആണ് എന്നുള്ളത് ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസർഗോട്ടുകാരനായതിൽ ഞാൻ അഭിമാനിച്ചു നിന്ന് പോയൊരു സമയം. കാരണം കോഴിക്കോടുള്ള ഒരു സ്ഥലത്ത് വെച്ച് മഞ്ചേശ്വരത്തിന്റെ ഒരു എം.എൽ.എയുടെ പേര് ആ അർജുൻ എന്ന് പറയുന്ന കുടുംബം വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് നിങ്ങളുടെ നാട്ടിലുള്ള ഒരു എം.എൽ.എ ആണ് എന്ന് പറഞ്ഞപ്പോഴുണ്ടായ അതേ ആവേശമായിരുന്നു ടോൾ ബൂത്തിന്റെ സമര സമയത്ത് അതിന്റെ മുൻപന്തിയിൽ A.K. അഷ്റഫ് എം.എൽ.എ നിൽക്കുന്നത് കണ്ടപ്പോൾ. അതിനേക്കാൾ വലിയ സന്തോഷമില്ല. അവിടെ ഒന്നും നോക്കിയില്ല. A.K. എന്ന് പറയുന്ന ഒരു വിപ്ലവം ആ സമരത്തിന്റെ മുന്നിൽ നട്ടെല്ലെന്ന് വർത്തിയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ 100% അതിന്റെ പിന്നിൽ അണിനിരുന്നില്ല എങ്കിൽ നമ്മൾ ഒരു കാസർഗോട്ടുകാരനാവില്ല, കാസർഗോഡിന്റെ ജനവികാരം മാനിക്കുന്നവനാകില്ല എന്നുള്ള ഉത്തമ ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ സമരത്തിന്റെ പിന്നിൽ അണിനിരുന്നത്. കാരണം അങ്ങനെ ഒരു ആർജവമുള്ള ഒരു നേതാവ്. എടുത്തു പറയുന്നത്, ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയുമായി നിൽക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സുബൈർ സാഹിബിനെ പോലെയുള്ള, സാഹിബിനെ കൂട്ടി വിളിക്കുന്നതിലൊന്നും തോന്നുന്നത് ഒരു ബഹുമാനത്തിന്റെ അന്തരീക്ഷത്തിൽ വിളിക്കുകയാണ്. അപ്പോ CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സുബൈർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള CPM-ന്റെ ഒരു വലിയ പിന്തുണ, മറ്റു ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ. പക്ഷേ ഈ പിന്തുണകളിൽ എവിടെയും കാലങ്ങളായിട്ട് ജില്ലയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വർഗീയതയുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള സംഘപരിവാരോ BJP-യോ ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്തു നോക്കേണ്ട കാര്യമാണ്. ചിന്തിക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനകീയ പ്രക്ഷോഭങ്ങളിൽ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ഈ നാട്ടിൽ 2 വിഭാഗത്തിൽപ്പെടുന്ന കഞ്ചാവ് സംഘങ്ങൾ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അത് വർഗീയ കലാപമായി കൊണ്ടുവരാൻ മുന്നോട്ട് വരുന്ന BJP-യെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ BJP ഈ സമരത്തിന്റെ 7 പോലും ഉണ്ടായിട്ടില്ല. MLSD എന്ന് പറയുന്ന BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയാണ് A.K. അഷ്റഫ് എം.എൽ.എ നാടകം കളിക്കുകയാണ് എന്ന്. നാടകം കളിക്കുന്നത് ആരാണ് എന്നുള്ളത് ഇവിടുത്തെ പൊതുജനത്തിന് വ്യക്തമായി അറിയാമെന്നുള്ളത് അശ്വിനിയോട് ബോധിപ്പിക്കുകയാണ്. ആരാണ് ഇവിടെ നാടകം കളിക്കുന്നത്? നിങ്ങളാണ് ഇവിടെ നാടകം കളിക്കുന്നത്. A.K. അഷ്റഫ് എം.എൽ.എയുടെ ഈ പോരാട്ടത്തിന് രാഷ്ട്രീയ ഭേദമന്യേ കിട്ടുന്ന സമര പിന്തുണ കണ്ട് നിങ്ങൾ ആകെ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പരിപാടിയുടെ 7 വരാത്തത്. ഇവിടെ A.K. അഷ്റഫ് എം.എൽ.എ പോലീസുകാർ വാ മോനെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയതല്ല, വലിച്ചിഴച്ചു കൊണ്ടുപോയതാണ്. സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ഷർട്ട് പോലും ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഈ കാഴ്ച ഇവിടുത്തെ
സമരത്തിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് constructed a toll and started to collect funds from the people, which made all the common people very struggle. So today what I would like to say here is, we will fight until we get justice, and to all the supporters here, convey all my support here. Thank you. ശ്രമിച്ചിട്ടില്ല. അപ്പോ ആരാണ് നാടകം കളിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമാണ്. ഈ ബുധനാഴ്ച കോടതിയിൽ കേസ് വരാൻ പോവുക. ബുധനാഴ്ചയിൽ ബഹുമാനപ്പെട്ട കോടതി നമ്മുടെ ഈ ജനകീയമായിട്ടുള്ള പ്രതിഷേധത്തെ, ഈ ജനകീയമായിട്ടുള്ള സംഗമത്തെ ബഹുമാനപ്പെട്ട കോടതി കാണേണ്ടതാണ്. ബഹുമാനപ്പെട്ട കോടതി അത് തിരിച്ചറിയേണ്ടതാണ്. കാരണം നിയമത്തിന് മുകളിലാണ് നീതി എന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ജനമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി വ്യക്തമായി പരിഗണിക്കേണ്ട വിഷയമാണ്. 8/1-നും 8/2-നും പറയുന്നത് പോലെ നെസസറി, എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ എന്ന് മാത്രം പറയുന്ന ചില കാര്യങ്ങളെ എടുത്തുകൊണ്ട് NHA അതോറിറ്റി കോടതിയിൽ വാദം ഉന്നയിച്ച് നമ്മുടെ വാദങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന വേണ്ടി 8/1-നും 8/2-നും പറയുന്നത് പോലെ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ, ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് അതുപോലെ തന്നെ ഒരു ടോൾ ബൂത്തിൽ നിന്ന് 60 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മറ്റൊരു ടോൾ ബൂത്ത് വരണമെന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള നിയമങ്ങളെ മുൻവിധിയോടെ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഒരു നീതി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ടോൾ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും നമ്മുടെ സമര നായകനുമായ മഞ്ചേശ്വരത്തിൻ്റെ പ്രിയങ്കരനായ ജനകീയ MLA KK മഷ്റഫ്, മറ്റ് വേദിയിലുള്ള കക്ഷിരാഷ്ട്രീയത്തിൻ്റെയും കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ അകത്തുപെടുന്ന മെമ്പർമാരും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ മെമ്പർമാരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരു പ്രസംഗത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സമയപരിധി ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിലേക്കൊന്നും കടക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രമാണ് ഞാൻ കടക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നമ്മൾ ഒരു രണ്ടാം ഘട്ട സമരം എന്ന രീതിയിലാണ് നിലവിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനുശേഷം നാളെ നടക്കുന്ന തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ആ സമരം, അവിടെ നടക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ
അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസമാനും ക്രിസ്ത്യാനിയും ഇന്റെ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം മുസൽമാനും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ സിറ്റി ഗോൾഡൻ ഡയമണ്ട്സ്. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി, ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ്